പേര് ഷിനോ വർഗീസ്. ഞാൻ അടുത്ത സെൻറ്റ് ജോർജ് ഫൊറോനയുടെ ഭാഗം അംഗമാണ്. ഞാൻ 12/7/2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അമ്മയാണ് ആദ്യം ഉടമ്പടി എടുത്തത്. അപ്പോൾ അമ്മയുടെ ഉടമ്പടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ മെയിനായിട്ട് എൻ്റെ ജോലിയാണ്. ഞാൻ മറൈൻ എഞ്ചിനീയറിംഗ് ഇതിലാണ് പഠിച്ചത്. അപ്പം 4 വർഷമായിട്ട് ഞാൻ ജോലിയില്ല. ഒരുപാട് ഏജൻസിയിലൊക്കെ ഞാൻ പോയി, പക്ഷേ കാര്യമില്ല. ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അതിനുവേണ്ടി നോക്കുന്നതായിട്ട്. പിന്നെ എന്താ പറഞ്ഞാൽ ഇത് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് എനിക്ക് എൻ്റെ കുറച്ചുകൂടി ആത്മീയ ജീവിതത്തിലേക്ക് വളരാൻ എനിക്ക് സാധിച്ചത്. ആദ്യത്തെ ഒന്നും ഒരുപാട് വലിയ ഭക്തിപരമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ബൈബിൾ വായനയില്ലായിരുന്നു, അങ്ങനെ ഉടമ്പടി ധ്യാനം കൂട്ടിയിട്ടില്ല, അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. രണ്ടാമത്തെ ഉടമ്പടി ശേഷം എനിക്ക് കുറച്ചുകൂടെ ആത്മീയമായിട്ട് വളരാൻ തോന്നി. ഞാൻ അവരോട് സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി. ഒരുപാട് സാക്ഷ്യങ്ങൾ അങ്ങനെ ദിവസം കേൾക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഉടമ്പടി ധ്യാനം കൂടാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ പതിയെ എൻ്റെ വിശ്വാസം വന്നു തുടങ്ങി. പിന്നെ ഉടമ്പടി ഞാൻ ഇപ്പോൾ 1 വർഷം ഉടമ്പടി എടുത്തിട്ട് ഈ കഴിഞ്ഞ മാസമാണ് എൻ്റെ വിസ എനിക്ക് വന്നിട്ട് കിട്ടിയത്. ഈ 23-ാം തീയതി ഞാൻ ഏജൻസിക്ക് ഇതിനു മുമ്പ് ഞാൻ വേറെ ഏജൻസിക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ഒരുപാട് എനിക്ക് താമസം കിട്ടി. ഒരു 6 മാസത്തോളം എനിക്ക് ഇതിനു വേണ്ടി ഓടി കിടക്കേണ്ടി വന്നു. പൈസ എനിക്ക് തിരിച്ച് കിട്ടുമെന്ന് ഉറപ്പില്ലായിരുന്നു. ഞാൻ ഇവിടെ സാക്ഷ്യം പറയാമെന്ന് ഉറപ്പായിട്ടും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് 6 മാസം മുമ്പേ എനിക്ക് എൻ്റെ പൈസ 50,000 രൂപ എനിക്ക് അഡ്വാൻസ് കൊടുത്ത് തിരിച്ച് കിട്ടി. എൻ്റെ കൂട്ടുകാർക്കാരുടെ മുമ്പേ എനിക്ക് ആ പൈസ തിരിച്ച് കിട്ടി. ഞാൻ അതിവിടെ സാക്ഷ്യം എന്ന് പറയാമെന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ സാക്ഷ്യം എന്ന് പറഞ്ഞത്. പിന്നെ അതിന് ശേഷമാണ് ഞാൻ വേറെ ഏജൻറ്റിനെ കണ്ടുമുട്ടിയത്. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഈ വരുന്ന 23-ാം തീയതി എനിക്ക് എൻ്റെ വിസ ടിക്കറ്റും വന്നു. എനിക്ക് 23-ാം തീയതി ഞാൻ അബുദാബിയിലേക്ക് പോവുകയാണ്. NMDC എന്ന കമ്പനിയുടെ വർക്കിലേക്ക് ഞാൻ പോവുകയാണ്. പിന്നെ എൻ്റെ 45 വർഷമായി എൻ്റെ അപ്പൻ്റെ മദ്യപാനം. ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല എന്ന ആളാണ്. മദ്യപാനം നിർത്തുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ലായിരുന്നു. മദ്യപാനം എന്ന് പറഞ്ഞാൽ സാധാരണ മദ്യപാനമല്ല, നല്ല മദ്യപാനമായിരുന്നു. നല്ല രീതിയിൽ കുടിക്കുമായിരുന്നു. അമ്മയൊക്കെ ശരിക്കും ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ചെറുപ്പം മുതലേ മദ്യപിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ. ഇപ്പോൾ എല്ലാ ദിവസവും വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഉടമ്പടിയിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയും വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനും വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കഴിഞ്ഞ ശേഷം ഞാനത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷമായിട്ട് മദ്യം കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല. കുടുംബത്തിൽ സമാധാനമുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല കുടുംബത്തിൽ. എല്ലാം ഇപ്പോൾ ഓക്കെയാണ്. അപ്പം പെർഫെക്റ്റ്ലി ആണ്. നല്ലോണം പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ഞായറാഴ്ചയും കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല ഇപ്പം. പിന്നെ എൻ്റെ അനിയൻ്റെ SLC പിന്നെ പേഴ്സ്, ഇത് 2 അനിയൻ നഷ്ടപ്പെട്ടു. തിരിച്ചു കിട്ടുന്നതിൽ പ്രതീക്ഷയില്ലായിരുന്നു അവന്. അവൻ ഒരുപാട് വിഷമിച്ചു. അതിനായിട്ട് ഞാൻ പറഞ്ഞ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടോ, ഞാൻ സാക്ഷ്യം പറയും, നിനക്ക് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് വലിയ പ്രതീക്ഷയില്ല. അവൻ ഉപേക്ഷിച്ച മട്ടായിരുന്നു. അവന് ഈ പാസ്പോർട്ടിന് നോക്കിയപ്പോഴാണ് ഈ SLC കിട്ടായിരുന്നത്. അമ്മ തീ കത്തിക്കാൻ എടുത്തതിനകത്തുനിന്നാണ് ഞങ്ങൾക്കത് കിട്ടിയത്. ഒരിക്കലും കിട്ടുന്ന പ്രതീക്ഷയില്ലായിരുന്നു. ഉറങ്ങിക്കിടന്ന് എന്നെ അമ്മ വിളിച്ചെണ്ണിപ്പിച്ചിട്ട് കാണിച്ചു തന്നു. എടാ ഇതെന്തുവാന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടത്. ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അല്ല അമ്മ അത് കത്തിച്ച് കളഞ്ഞാൽ ഉറപ്പായിട്ടും. പിന്നെ അവൻ്റെ പേഴ്സ് എറണാകുളത്ത് വെച്ച് നഷ്ടപ്പെട്ടു. അത്രയും വലിയ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന് ഒരു ഉറപ്പില്ല. ഞാൻ പറഞ്ഞു ചുമ്മാ നീ കൊടുക്ക്, സ്റ്റേഷനിൽ പരാതിപ്പെടാൻ പറഞ്ഞു. അതുകൊണ്ട് പോയി പരാതിപ്പെട്ടു. ഞാൻ പറഞ്ഞു എടാ കിട്ടിയെന്ന് പറയാം, ചിലപ്പോൾ ഇല്ല. എന്നാലും ഞാൻ പറഞ്ഞു ഉടമ്പടി വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ ആ ഫലമായിട്ട് കിട്ടിയാലേ ഉള്ളൂ, അല്ലാതെ ഒരിക്കലും കിട്ടുന്ന പ്രതീക്ഷ വേണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് അവന് 2 മാസം മുന്നേ അവൻ്റെ പേഴ്സ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഷാനുവർഗീസിൻ്റെ പേഴ്സ് കിട്ടിയിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഏറ്റവും വലുതായിട്ട് വെച്ചതാണ് എൻ്റെ അമ്മയുടെ അസുഖം. 23 വർഷം, എനിക്കിപ്പോൾ 23 വയസ്സുണ്ട്. എന്നെ പ്രസവിച്ചതിന് ശേഷം അമ്മയ്ക്ക് യൂറിൻ ഇൻഫെക്ഷൻ്റെ ഒരു രോഗം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. 23 വർഷമായി അത്. അമ്മയ്ക്ക് വലിയ പ്രതീക്ഷയില്ല. ഒരുപാട് പൈസ കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യം. ആശുപത്രിയിൽ അമ്മ പോകാത്ത ആശുപത്രി വളരെ ചുരുക്കമാണ്. ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലുള്ള മിക്ക ആശുപത്രിയിലും അമ്മ പോയിട്ടുണ്ട്. അമ്മയ്ക്ക് മാറുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. അമ്മയെ അത് ഉടമ്പടി വെച്ചിട്ടുണ്ട്, ഞാനും ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ വെച്ചിട്ടും അത് കിട്ടിയില്ല, എന്താണെന്നറിയത്തില്ല. ഞാൻ പറഞ്ഞു അമ്മ ഞാനും അത് വെച്ചിട്ടുണ്ട്, ഇത്തവണ മാതാവ് നമ്മളെ കൈവിടത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഉടമ്പടി വെച്ചത് ഈയിടെ അമ്മയ്ക്ക് 2 തവണ കൊറോണ വന്നായിരുന്നു. ഈ ഒരു മാസം മുമ്പേ അമ്മ ആശുപത്രിയിലായിരുന്നു, പുഷ്പേരിയിൽ ആശുപത്രിയിലായിട്ട് അമ്മ കിടപ്പിലായി, പൂർണ്ണമായിട്ടും വീണു അമ്മ. ഞാൻ വിചാരിച്ച് ഇത്തവണ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല, കാരണം അമ്മയുടെ ബോഡി അതുപോലെ വീക്കായി. അമ്മയ്ക്കില്ലാത്ത രോഗങ്ങളൊന്നുമില്ല. പിന്നെ ഈ തിരിച്ച് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു അമ്മയ്ക്ക്. ഞാനെന്നാൽ ഉടമ്പടി എണ്ണ അമ്മയെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് അമ്മയുടെ നെറ്റി പുരട്ടുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. ഇപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ട്. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പം പൂർണ്ണമായി 23 വർഷമായി. ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അമ്മ പോകാത്ത ആശുപത്രി ഇല്ല. എനിക്കിത്ര പറയാനുള്ളൂ, ദൈവത്തിന് അസാധ്യമോ ഒന്നുമില്ല. ആ ഒരൊറ്റ വിശ്വാസത്തിലാണ് ഞാനും എൻ്റെ അമ്മയും ഇവിടെ നിൽക്കുന്നത്. യേശുവേ നന്ദി. എൻ്റെ ആത്മീയ ഞാൻ ബൈബിൾ വായിക്കത്തില്ലായിരുന്നു. പള്ളിയിൽ പോയാലും വലിയ ഇതില്ല, ഞാൻ വെളിയിൽ ഏറ്റവും പുറകിലൊക്കെ ആയിരിക്കും പോയി നിൽക്കുന്നത്.
എൻ്റെ കൂട്ടുകാരും കൂടി ഏറ്റവും പുറകെ പോയി നിൽക്കും. എനിക്ക് അത്ര വലിയ വിശ്വാസമുണ്ട്. പക്ഷേ എന്നാലും ഞാൻ അധികമില്ല, പുറകെ പോയി സംസാരിച്ച് നിൽക്കും. ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ രണ്ടാമത്തെ പുതുക്കിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ, രണ്ടാമത്തെ പുതുക്കിന് ശേഷം ഞാൻ ഏറ്റവും മുന്നിൽ വന്ന് കുർബാനയിൽ മുഴുവൻ സമയം പങ്കുകൂടി ഭക്തിപൂർവ്വം പങ്കുകൂടാൻ എനിക്ക് സാധിച്ചു. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന ഞാൻ മുഴുവൻ പങ്കെടുക്കാൻ സാധിച്ചു. എല്ലാ ദിവസവും അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കും. ബൈബിൾ വായന എനിക്ക് നല്ലോണം, എനിക്ക് ബൈബിൾ വായിക്കാൻ സ്വയം ഒരു മനസ്സ് വരുന്നുണ്ട്. ഒരു സമയം കഴിയുമ്പോൾ എനിക്ക് ബൈബിൾ വായിക്കണമെന്ന് തോന്നി തുടങ്ങി. എൻ്റെ വ്യക്തിപരമായി എനിക്ക് ഒരുപാട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുവരെ ഞാൻ ഒരുപാട് അലമ്പിക്ക് നടന്ന സമയത്ത് എനിക്കറിയാം എൻ്റെ കൂട്ടുകാരും കൂടി ഒരുപാട് നടക്കുമായിരുന്നു. അപ്പോൾ അമ്മ പ്രാർത്ഥിക്കാൻ വിളിച്ചാലും ഞാൻ വരത്തില്ല. ഒരുപാട് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലൊന്നും പകുതി വെച്ചാൽ ഞാൻ കളിച്ചിട്ട് കയറി വരുന്നത്. അതിപ്പോൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ സാധിച്ചു. ഇത്രയും എനിക്ക് തന്ന യേശുവിനും അമ്മയ്ക്കും 1000 നന്ദി.